രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട് എത്തിയത് നേതൃത്വത്തിന്റെ അറിവോടെയാണ്. മണ്ഡലത്തിലെത്തുന്ന വിവരം രാഹുൽ കെപിസിസി പ്രസിഡന്റുമായും ചില നേതാക്കളുമായും ചർച്ച നടത്തിയിരുന്നു. MLA എന്ന നിലയിൽ പൂർണ്ണ പിന്തുണ നൽകാനാണ് സംസ്ഥാന നേതൃത്വം ജില്ലാ നേതൃത്വത്തിനും നിർദ്ദേശം നൽകിയത്. കെപിസിസി തീരുമാനമാണ് DCCയുടേതെന്നും A തങ്കപ്പനും വ്യക്തമാക്കി. പ്രതികരണം ആദ്യം കേൾക്കാം. നമ്മൾ പാർട്ടി അദ്ദേഹത്തിനെതിരെ നടപടി സ്വീകരിച്ചത് സത്യം KPCC. പിന്നെ അദ്ദേഹം പരിചയമുള്ള ആളുകളെ മുഖം തിരിഞ്ഞ് നടക്കേണ്ട കാര്യമില്ലല്ലോ. നമ്മൾ ഒരു ബന്ധമുള്ള ആളുകളെ, ഇത്ര കാലമുള്ള ഒരു പരിചയമുള്ള ആളുകളെ നമ്മൾ ബന്ധം ഒരു ഊരുവിലക്കൊന്നും അദ്ദേഹത്തിന് നമ്മൾ നൽകിയിട്ടില്ല. എൻ്റെ തീരുമാനം പറയുന്നത് KPCC പറഞ്ഞ തീരുമാനമാണ് എൻ്റെ, അതുപോലെ പാർട്ടിയുടെ തീരുമാനം എൻ്റെ ഭാഗം, അല്ലാതെ അപ്പുറത്ത് നോക്കേണ്ട കാര്യമൊന്നുമില്ല. കൂടുതൽ വിവരങ്ങളുമായി ഗോകുൽ VS ചേരുന്നുണ്ട്. നമുക്കിപ്പം ഗോകുൽ, ഗുഡ് മോർണിംഗ്. ഈ ഒരു രാഹുലിന്റെ ഇന്നലത്തെ മണ്ഡലം സന്ദർശിച്ചതും അതേപോലെ പിന്നീടുള്ള യാത്രകളും ഒക്കെ നമ്മൾ കണ്ടതാണ്. അപ്പോൾ നേതൃത്വം രാഹുലിനെ കൈവിട്ടിട്ടില്ല അല്ലേ? ഊരുവിലക്കൊന്നും ഏർപ്പെടുത്തിയിട്ടില്ല എന്നുള്ളതാണ് DCC അധ്യക്ഷനും പറയുന്നത്. രാഹുലിന്റെ നേതൃത്വം കൈവിട്ടു എന്ന് പറയാൻ കഴിയില്ല. കാരണം ഇന്നലെ രാഹുൽ പാലക്കാട് എത്തിയത് മുതൽ കോൺഗ്രസിന്റെ നേതാക്കളാണ് രാഹുലിനൊപ്പം ഉള്ളത്. യൂത്ത് കോൺഗ്രസിന്റെയും KSUവിന്റെയും ഒക്കെ നേതാക്കൾ, KSUവിന്റെ ജില്ലാ പ്രസിഡന്റ് അടക്കം രാഹുലിനൊപ്പം പൂർണ്ണ സമയം ഉണ്ടാകുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. സ്വാഭാവികമായും ഒരു നേതൃത്വത്തിന്റെ പിന്തുണ അല്ലെങ്കിൽ ഒരു വിഭാഗത്തിന്റെ പിന്തുണ രാഹുലിന് ലഭിക്കുന്നുണ്ട് എന്നുള്ളത് ഉറപ്പാണ്. അതനുസരിച്ച് തന്നെയാണ്, അല്ലെങ്കിൽ അവരോട് കൂടി ആശയവിനിമയം നടത്തിയതിന് ശേഷമാണ് രാഹുൽ പല കാര്യങ്ങൾ ചെയ്യുന്നത് എന്നും ഉറപ്പാണ്. ഏതായാലും ഈ രാഹുൽ പാലക്കാട്ടേക്ക് വരുന്നവരും പാലക്കാട്ടെ കുറച്ച് നേതാക്കൾക്ക്, രാഹുലുമായി അടുത്ത് നിൽക്കുന്ന കുറച്ച് നേതാക്കൾ മാത്രമേ അറിഞ്ഞിരുന്നുള്ളൂ. പക്ഷേ അതേസമയം തന്നെ KPCCയുമായി രാഹുൽ ഇത് സംബന്ധിച്ച് ആശയവിനിമയം നടത്തിയിരുന്നു എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. അതിനുശേഷം ഇവിടെ എത്തിയതിനു ശേഷമാണ് കൂടുതൽ നേതാക്കളെ, പാലക്കാട് ജില്ലയിലെ കൂടുതൽ നേതാക്കളെ രാഹുൽ വന്ന വിവരം അറിയിച്ചത്. DCC പ്രസിഡന്റ് അടക്കം അതിനുശേഷമാണ് അറിയിച്ചത്. അതിനുശേഷം രാഹുൽ പല നീക്കങ്ങളും ഇത്തരത്തിൽ KPCCയുമായി ആശയവിനിമയം നടത്തിയിരുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ സമയത്തൊക്കെ തന്നെ ഇന്നലെ രാഹുൽ പാലക്കാട് ജില്ലയിലെ പല ആളുകളെ കണ്ട ഈ സ്ഥലത്തൊക്കെ തന്നെ രാഹുലിനൊപ്പം ഉണ്ടായിരുന്നത് കോൺഗ്രസിന്റെയും യൂത്ത് കോൺഗ്രസിന്റെയും ഒക്കെ നേതാക്കളാണ്. ഇന്നൊരു പക്ഷേ രാഹുൽ എറണാകുളത്തേക്ക് പോവുകയോ അതല്ലെങ്കിൽ മണ്ണാർക്കാട്ടെ പൗലോസിന്റെ വീട്ടിലേക്ക് പോവുകയാണ് ചെയ്യുക. അപ്പോഴൊക്കെ തന്നെ കൂടുതൽ നേതാക്കൾ ഇന്ന് പൗലോസിന്റെ വീട്ടിലേക്ക് വരുന്നു. KPCC അദ്ദേഹം കോൺഗ്രസിന്റെ മുതിർന്ന ഒരു നേതാവാണ്, ആ വീട്ടിലേക്ക് വരുന്നുണ്ട്. അപ്പോൾ അവരുമായൊക്കെ തന്നെ സംസാരിക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. അങ്ങനെ ഒരുപക്ഷെ അങ്ങോട്ട് മണ്ണാർക്കാട്ടേക്ക് എത്താനുള്ള സാധ്യതയുണ്ട്. അതല്ലെങ്കിൽ ഒരുപക്ഷെ എറണാകുളത്തേക്ക് ചില സ്വകാര്യ ആവശ്യങ്ങൾക്കായി അദ്ദേഹം പോകുമെന്നുള്ളതാണ് നമുക്കറിയാൻ കഴിയുന്നത്. ശരി ഗോകുൽ, എന്തായാലും രാഹുലിനെ നേതൃത്വം കൈവിട്ടിട്ടില്ല എന്നുള്ളതാണ് വ്യക്തമാകുന്നത്. ഇന്നും മണ്ഡലത്തിൽ രാഹുൽ ഉണ്ടാകും. നേതൃത്വത്തിന്റെ അറിവോടുകൂടിയാണ് രാഹുൽ അവിടേക്ക് എത്തിയത്. എല്ലാവരും പിന്തുണ അറിയിക്കുന്ന കാഴ്ചയും നമ്മൾ കണ്ടിരുന്നു. ഗോകുൽ VS ആണ് വിവരങ്ങൾ പങ്കുവച്ചത്.